നമസ്കാരം. വട്ടിയൂർക്കാവ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പുതിയ വഴിത്തിരിവ്. വട്ടിയൂർക്കാവ് SHO വിപിനെ സിറ്റി പോലീസ് കമ്മീഷണർ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചെന്ന ശ്രീലേഖയുടെയും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും പ്രചാരണം പച്ചക്കള്ളമാണെന്ന് തെളിയുന്നു. CI വിപിൻ അവധിയിൽ പ്രവേശിച്ചത് ഡ്യൂട്ടിക്കിടെ പറ്റിയ ഗുരുതര പരിക്കിനെ തുടർന്നാണെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ രേഖകൾ മറുനാടൻ പുറത്തുവിടുന്നു. ഇതോടെ കമ്മീഷണർ ഇടപെട്ട് അവധിയെടുപ്പിച്ചു എന്ന ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റും കമ്മീഷണർക്കെതിരെയുള്ള VK പ്രശാന്ത് MLAയുടെ വിമർശനവും അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമായി. നെട്ടയം മലമുകളിലെ വിവാദങ്ങൾക്ക് നേതൃത്വം നൽകിയ വട്ടിയൂർക്കാവ് CI വിപിനെയും SI ദീപുവിനെയും മാറ്റി നിർത്തണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. വിപിൻ അവധിയിൽ പോയതോടെ തന്റെ പരാതിയിൽ കമ്മീഷണർ നടപടിയെടുത്തുവെന്നായിരുന്നു ശ്രീലേഖയുടെ വാദം. എന്നാൽ സംഘർഷത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ വിപിൻ കൃത്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ചികിത്സയ്ക്കായി അവധിയിൽ പ്രവേശിച്ചത്. വിപിൻ മാത്രമല്ല, പരിക്കേറ്റ മറ്റ് 3 പോലീസുകാരും നിലവിൽ മെഡിക്കൽ അവധിയിലാണ്. സിറ്റി കമ്മീഷണർ K. കാർത്തിക് ആരെയും നിർബന്ധിച്ച് അവധിയെടുപ്പിച്ചിട്ടില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പോലീസിനെ അധിക്ഷേപിക്കുകയും സംഘർഷം അഴിച്ചുവിടുകയും ചെയ്ത കേസിൽ ശ്രീലേഖയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും പ്രതി ചേർത്ത് പോലീസ് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. കേസിൽ ശ്രീലേഖ 5ാം പ്രതിയാണ്. പോടാമുല്ലേ പോലീസെ പിണറായിയുടെ തെമ്മാടികളെ എന്നതടക്കമുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് വിവാദമായതോടെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത്. നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിച്ചു. തുടക്കത്തിൽ ശ്രീലേഖയെ ഒഴിവാക്കിയതിനെതിരെ ഭരണകക്ഷി MLA VK പ്രശാന്ത് കമ്മീഷണറെ പരസ്യമായി വിമർശിച്ചിരുന്നു. എന്നാൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ സേന. നെട്ടയം മലമുകളിൽ നടന്ന പോലീസ് നടപടി വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. വനിതാ പോലീസുകാർക്ക് പിന്നിൽ ഒളിഞ്ഞുനിന്ന് പുരുഷ പോലീസുകാർ ലാത്തി വീശി എന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ അക്രമാസക്തരായ സമരക്കാരെ പിരിച്ചുവിടാൻ ജലപീരങ്കി അടക്കം പ്രയോഗിക്കേണ്ടി വന്നുവെന്നാണ് പോലീസ് വാദം. ഇടപ്പഴിഞ്ഞിയിലും സമാനമായ രീതിയിൽ ഉരുസലുകൾ ഉണ്ടായിരുന്നു. ഈ സംഘർഷങ്ങളിലാണ് CI വിപിൻ അടക്കമുള്ളവർക്ക് പരിക്കേറ്റത്. സ്വന്തം ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും അവർ നിയമപരമായി മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ അത് കമ്മീഷണറുടെ ശിക്ഷാ നടപടിയായി വ്യാഖ്യാനിച്ചതാണ് ശ്രീലേഖയ്ക്ക് തിരിച്ചടിയായത്. നേട്ടത് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു BJP മാർച്ച് നടത്തിയത്. വട്ടിയൂർക്കാവ് SHO വിപിനെതിരെ നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതോടെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു ശ്രീലേഖ ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുത്തത്. അതിനിടെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിന് തനിക്കെതിരെ ഉയർന്ന വിമർശനത്തിനും ശ്രീലേഖ മറുപടി നൽകിയിരുന്നു. 33 വർഷത്തിലധികം പോലീസിൽ പ്രവർത്തിച്ചത് അഭിമാനത്തോടെയാണെന്നും എന്നാൽ വട്ടിയൂർക്കാവ് SHO വിപിനും SI ദീപു പിള്ളയും 8 പോലീസുകാരും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ കഷ്ടം തോന്നിപ്പോകുന്നുവെന്നും അവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. BJP CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയതിനെ തുടർന്നുണ്ടായ പോലീസ് നടപടിയിൽ കടുത്ത പ്രതിഷേധമായിരുന്നു BJP ഉയർത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. BJP പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച പോലീസുകാർക്കെതിരെയും മഹിളാ മോർച്ച പ്രവർത്തകയെ കടിച്ചു പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും തെളിവുകളുമായി കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണ് BJP നേതൃത്വം. നേട്ടേത് മലമുകളിൽ BJP പ്രവർത്തകന്റെ ഭാര്യയ്ക്ക് നേരെ അയൽവാസിയായ CPM പ്രവർത്തകൻ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന തർക്കമാണ് എല്ലാത്തിന്റെയും തുടക്കം. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലെത്തി BJP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയും പോലീസ് ഉദ്യോഗസ്ഥർ ഉയർത്തിയിരുന്നു. ആലപ്പുഴ സ്വദേശിയായ വിപിൻ മികച്ച റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് RSS പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നും സൂചനകളുണ്ട്. കൃത്യനിർവഹണത്തിനിടെ പരിക്കേറ്റ ഉദ്യോഗസ്ഥനെതിരെ അനാവശ്യമായ അച്ചടക്ക നടപടികൾ ഉണ്ടാവില്ലെന്ന് കമ്മീഷണർ K. കാർത്തിക് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്ക് ശേഷം വിപിൻ ഉടൻ തന്നെ സർവീസിൽ തിരികെ പ്രവേശിക്കുമെന്നാണ് വിവരം. ഇതോടെ വട്ടിയൂർക്കാവ് വിഷയത്തിൽ പോലീസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചവർക്ക് മെഡിക്കൽ റിപ്പോർട്ടുകൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. CI വിപിന്റെ പിതാവ് RSS പ്രവർത്തകനാണെന്ന വിവരങ്ങൾ ഇതിനിടെ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ കുടുംബ പശ്ചാത്തലത്തെ ഔദ്യോഗിക ജോലിയുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കം ദുരുദ്ദേശപരമാണെന്ന് സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മലമുകളിന് ശേഷം ഇടപ്പഴിഞ്ഞിലെ പോലീസ് ഓപ്പറേഷനും വിവാദമായിരുന്നു.